വലിയ വിവാദമാണ്. നെഹ്റു ട്രോഫി ജലമേളയെ അവഗണിക്കുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ആ വാർത്തയിലേക്ക്. നെഹ്റു ട്രോഫി ജലമേളയുടെ പേരിൽ സർക്കാരും പ്രതിപക്ഷവും തമ്മിൽ തർക്കം നിലനിൽക്കുന്നതിനിടയിൽ ആശങ്കയിലായി ആലപ്പുഴയിലെ ടൂറിസം മേഖല. വിദേശ വിനോദസഞ്ചാരികൾ കേരളത്തിലേക്ക് ഏറ്റവും അധികം എത്തുന്നത് നെഹ്റു ട്രോഫി വള്ളംകളിയോട് അനുബന്ധിച്ചാണ്. ഓഗസ്റ്റ് മാസത്തിലെ 2ാം ശനിയാഴ്ച എന്ന തീയതി തുടർച്ചയായ അപ്രതീക്ഷിത കാരണങ്ങളാൽ മാറ്റപ്പെടുന്നതോടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് മേളയുടെ മേലുള്ള വിനോദസഞ്ചാരികളുടെ താൽപര്യം കൂടിയാണ്. ആലപ്പുഴയിൽ കായൽ ടൂറിസത്തിനും വള്ളംകളി ക്ലബ്ബുകൾക്കും ഇത്തവണ ലക്ഷങ്ങളാണ് നഷ്ടം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് നെഹ്റു ട്രോഫി ജലമേള സർക്കാർ മാറ്റിവെച്ചത്. പിന്നീട് നടത്തപ്പെടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നുവെങ്കിലും ടൂറിസം മന്ത്രിയടക്കം ജലമേളയെ കൈവിട്ട അവസ്ഥയാണ്. ഓണാഘോഷങ്ങൾ ഉപേക്ഷിച്ചു എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നതെങ്കിലും ആലപ്പുഴയുടെ ടൂറിസം രംഗത്തിന് കനത്ത തിരിച്ചടിയാണ് തീരുമാനത്തിലൂടെ ഉണ്ടാകുന്നത്. അന്താരാഷ്ട്ര വിനോദസഞ്ചാര രംഗത്ത് ഏറെ പേരുകേട്ടതാണ് നെഹ്റു ട്രോഫി ജലമേള. ഞങ്ങളുടെ ഓർമ്മ പിതാക്കന്മാരുടെ കുട്ടനാട്ടിലെ മരിച്ച മണ്ണടിച്ചു പോയ പൂർവ്വ പിതാക്കന്മാരുടെ ആത്മാക്കളെ ത്രസിപ്പിക്കുന്നതാണ് ഈ വള്ളംകളി. ഞങ്ങളുടെ ഓരോ തലമുറകൾ ഇവിടെ വരുന്നു, മരിക്കുന്നു, പിരിയുന്നു. വള്ളംകളി അനുസ്യൂതം തുടരുന്നു. 2018 പ്രളയം മുതൽ തുടർച്ചയായി ജലമേളയുടെ തീയതി പല കാരണങ്ങളാൽ മാറ്റപ്പെട്ടു. ലോകത്തെ തന്നെ വേറിട്ട മത്സരങ്ങളിലൊന്നായ ജലമേള കാണാനായി വിമാന ടിക്കറ്റുകളടക്കം 1 വർഷം മുന്നേ തന്നെ വിദേശ വിനോദസഞ്ചാരികളുടെ നെഹ്റു ട്രോഫി വള്ളംകളി പാക്കേജുകൾ തയ്യാറാകും. എന്നാൽ അപ്രതീക്ഷിതമായ മാറ്റം സഞ്ചാരികളുടെ മുഴുവൻ കണക്കുകൂട്ടലുകളെയും തകിടം മറിക്കുന്നു. അതിനേക്കാൾ ഉപരി കേരളത്തിലെ പ്രധാനമായും ആലപ്പുഴയിലെ കായൽ ടൂറിസത്തെ ആശ്രയിച്ചുള്ള സ്ഥാപനങ്ങൾക്ക് മേലുള്ള സഞ്ചാരികളുടെ വിശ്വാസ്യത കൂടി തകർക്കപ്പെടുന്നു. കേവലം ആഘോഷമെന്നതിനപ്പുറം നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴയുടെ പ്രധാന ടൂറിസം വരുമാനം കൂടിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയും തൃശൂർ പൂരവും ഈ രണ്ടാണ് അന്തർദേശീയ മാർക്കറ്റിൽ പോലും നമ്മൾ വിനോദസഞ്ചാരത്തെ പ്രൊമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന 2 ബ്രാൻഡുകളാണ്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡിൽ ടൂറിസ്റ്റ് സീസണുകളിൽ നടത്തുന്നത് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ടൂറിസം മന്ത്രി തന്നെ ഇത് പറയാന്ന് പറഞ്ഞ സത്യത്തിൽ അത്ഭുതം തോന്നി. ഞങ്ങൾ സഹായിക്കില്ല എന്ന് പറയുന്നത്. ടൂറിസം രംഗത്തിനേക്കാൾ കഷ്ടമാണ് ബോട്ട് ക്ലബ്ബുകളുടെ അവസ്ഥ. മാസങ്ങളായി നീണ്ട പരിശീലനത്തിനൊടുവിൽ ദിവസങ്ങൾ ബാക്കി നിൽക്കെയാണ് മേള ഉപേക്ഷിക്കപ്പെട്ടത്. ഓരോ ക്ലബിനും പരിശീലന കാലയളവിൽ ചിലവാകുന്നത് 60 മുതൽ 80 ലക്ഷം രൂപ വരെയാണ്. ശരിക്കും എല്ലാവർക്കും അറിയാം, ഇതൊരു ചിറ്റമ്മ നയം തന്നെയാണ്. കാര്യം നമ്മുടെ ഈ പറയുന്ന ഒരു അപകടം ഉണ്ടായിടത്തുനിന്ന് വെറും 100 കിലോമീറ്റർ മാറി മത്സരം നടക്കുകയും 300 കിലോമീറ്റർ മാറി നിങ്ങൾ മാത്രം ദുഃഖാചരണം നടത്തിക്കോളാം എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ കളിയാക്കുന്നതിന് തുല്യമാണ്. വള്ളംകളിക്കൊപ്പം ടൂറിസം വകുപ്പ് ഉണ്ടാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കുമ്പോഴും ടൂറിസം വകുപ്പല്ല NDBR സൊസൈറ്റിയാണ് നടത്തിപ്പുകാരെന്ന് പറഞ്ഞ് മന്ത്രി ഒഴിഞ്ഞുമാറുകയാണ്. ഇതിനിടയിൽ മലബാറിൽ നടക്കുന്ന ബേപ്പൂർ ഫെസ്റ്റുമായി സർക്കാർ മുന്നോട്ടു പോകുന്നതിനെതിരെയും വിമർശനമുയരുന്നു. നിപ്പയും പ്രളയവും കോവിഡും തകർത്ത വിനോദസഞ്ചാര മേഖല ഒന്ന് പിച്ച വെച്ച് തുടങ്ങുമ്പോഴാണ് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെയുള്ള സർക്കാരിന്റെ തീരുമാനം. ശരണ്യ സ്നേഹജൻ, News 18, ആലപ്പുഴ.